ചോട്ടെ, ചന്ദ്രത്തെ വീട്ടിൽ വേറെ ഒരു കാര്യങ്ങളും നടക്കണ്ടേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മീര എങ്ങോട്ട് പോയി? മീര അറിഞ്ഞാൽ എങ്ങനെയാ? മീരയോട് എങ്ങനെ പറയും? മീര അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയണം? ഇങ്ങനെയുള്ള ചർച്ചകളും റിഹേഴ്സലും മാത്രമേ ഉള്ളൂ. എടാ നന്ദ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയണം. നിന്റെ അമ്മ പ്രഭാവതി അമ്മ ഒരു ഭീഷണി എടുത്ത് കൃത്യമായിട്ട് നിന്റെ മുമ്പിൽ വെച്ചു. അതിനെ പേടിച്ച് നീയൊക്കെ അതിന് ചുറ്റും കിടന്ന് കറങ്ങുക അല്ലേ? അതല്ലേ ശരി? അതല്ലേ ശരിയെന്ന് ചോദിച്ചാ അതങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നല്ല. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരുമ്പോ ആരും ഒന്ന് പതറും. പിന്നെ ഓരോ കുടുംബത്തിലും ഓരോ അന്തരീക്ഷമല്ലേ. ഈ വീട്ടിലാണ് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് പരിഹരിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളെല്ലാം കുറച്ചുകൂടി അടുപ്പവും സ്നേഹവും ഐക്യമൊക്കെ അല്ലേ. അവിടെ അമ്മയെപ്പോലൊരാള് പ്രത്യേക ലക്ഷ്യമായിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് എടുത്തേടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മീര വൈകുന്നത് വീട്ടിലൊരു ഇന്റർനാഷണൽ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. അവൾ ഇനി വന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരും അന്വേഷിച്ച് പോരുത്. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിങ്ങളിങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. താൻ എന്തോ സംഭവമാണെന്ന് അവൾക്ക് തോന്നുന്നത്. മൈൻഡ് ചെയ്യരുത്. ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിനി എന്തായാലും അന്വേഷിക്കുന്നില്ല. അവൾ തന്നെ വരട്ടെ. നിങ്ങളോടൊക്കെ ഞാൻ അവളെക്കുറിച്ച് നല്ല മതിപ്പോടെ പറഞ്ഞല്ലേ. പറഞ്ഞിട്ടിപ്പോ അധികം സമയമായില്ല. ഇപ്പൊ എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്നു. എടാ, ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞൂടെ? ഇവളിത് എവിടെ പോയി കിടക്കാണോ എന്തോ. മോളെ, ഞാൻ അപ്പുറത്ത്. ഗേറ്റ് തുറക്കാൻ എന്താ ഇത്ര താമസം? അല്ല, ഞാൻ അവിടെ ഒരു മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പാടില്ലേ? ഈ കാർ എടുത്ത് അകത്തിട. ഓ, ഈ കൊച്ചിന് എന്താ പറ്റിയേ? എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാത്താണല്ലോ. ദൈവമേ, ഇനി വീണ്ടും പഴയ സ്വഭാവമായോ? ആ റാസ്കൽ കഴിഞ്ഞതല്ല ഇവിടെ വന്ന് പറയുന്നതിന് മുമ്പ് നന്ദനോടെല്ലാം തുറന്നു പറയണം. നന്ദനെ എന്നെ രക്ഷിക്കാൻ പറ്റും. ഇനി എനിക്ക് നന്ദൻ മാത്രമേ ആശ്രയമുള്ളൂ. പറയണം.